ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നല്ലേ അടി കരിഞ്ഞു പിടിച്ച പാത്രം എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇത് ശർക്കര അല്ലെങ്കിൽ വെല്ലം കരിഞ്ഞ് അടിയിൽ പിടിച്ചതാണേ. കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വെള്ളം ഒഴിക്കും കരിഞ്ഞ പാത്രത്തിലേക്ക്. അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ പോലെയൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കും. എത്ര വരെ നിങ്ങളുടെ പാത്രത്തിൽ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടോ ആ ഒരു ലെവലിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കും. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഇത് പതഞ്ഞ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ സിമ്മിലോട്ടാക്കി കൊടുക്കുക. വീണ്ടും അതിൻ്റെ ആ പതയൊന്ന് അടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒരു 10 മിനിറ്റ് ചെയ്യണം. അത് നിങ്ങൾ എത്രത്തോളം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് എന്നനുസരിച്ചിട്ടിരിക്കും. പെട്ടെന്ന് ഇളകുന്ന കരിയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി. ഇതുപോലെ ശർക്കരയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഊറ്റിക്കളയാം. നമ്മൾ ഈ ഊറ്റിയ വെള്ളം ഡയറക്റ്റായിട്ട് സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സിങ്കിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ അടിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. പിന്നെ നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ ഈ കരിയൊക്കെ അങ്ങ് പോയി കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല പളവള തിളങ്ങുന്ന പാത്രം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.